ഹലോ എവരിവൺ, ഐ ആം കരുണാകരൻ. ഓട്ടോണമസ് കോളേജുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. പക്ഷേ അതിനു മുൻപ് ഒരു വാട്സപ്പ് ബോട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. കീം അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പലതും സെർച്ച് ചെയ്തിട്ട് ടൈം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ കാണാൻ വേണ്ടി, കാര്യങ്ങൾ അറിയാൻ വേണ്ടി, സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഇത് നിങ്ങൾ വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ആദ്യം തന്നെ ഷെയർ ചെയ്യുന്നത്. കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് എക്സാമ്പിൾ ടോപ്പ് കോളേജസ് ഏതൊക്കെയാണ്, യൂണിവേഴ്സിറ്റികൾ, ബെസ്റ്റ് കോളേജസ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ അത് നോക്കാം. ഇനി അതിന് പറയും ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാഞ്ചസ്, ഏത് ബ്രാഞ്ചിനാണ് കുട്ടികൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് ഏറെ നിങ്ങൾക്ക് സഹായകമായിരിക്കും എന്ന് തോന്നി. ഇനി ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു ആൻഡ് ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കോളൂ, അവിടെ കാണാം. ഇനി ആക്ച്വൽ വീഡിയോയിലേക്ക് ഓട്ടോണമസ് കോളേജുകളെ പറ്റി. കീം കോളേജ് ലിസ്റ്റിൽ ചിലത് ഓട്ടോണമസ് കോളേജുകൾ എന്ന പേരിൽ കാണുന്നു. എന്താണ് ഈ ഓട്ടോണമസ് കോളേജ്? ഇത് മറ്റേ അഫിലിയേറ്റഡ് കോളേജും ഓട്ടോണമസ് കോളേജും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ധൈര്യമായിട്ട് ചേരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പേരൻസും പലപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാനിതൊരു വീഡിയോയിലൂടെ വിശദമാക്കി തരാം. ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞാൽ സ്വയം ഭരണ സ്ഥാപനങ്ങൾ എന്നാണ്. അവർക്ക് സ്വന്തമായിട്ട് എല്ലാം ഭരിക്കാനുള്ള അധികാരങ്ങളുണ്ട്. KTUവിൻ്റെ കീഴിൽ 130ഓളം എഞ്ചിനീയറിംഗ് കോളേജിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിൽ അതിൽ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. സിലബസ് പ്രിപ്പയർ ചെയ്യുന്നത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അവരുടെ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. എവറിത്തിങ് ഈസ് ഡിസൈഡിങ് ബൈ ദി കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. ഇനി ഓട്ടോണമസ് കോളേജ് നോക്കിക്കോളൂ. ദർ ക്വസ്റ്റ്യൻ പേപ്പർ, ദേ ക്യാൻ പ്രിപ്പയർ ദർ ക്വസ്റ്റ്യൻ പേപ്പർ, ദേ ക്യാൻ വാല്യൂ ദർ ആൻസർ പേപ്പർ, ദേ ക്യാൻ ഡു ദർ സ്കീം ഓഫ് ഇവാലുവേഷൻ. സോ എവറിത്തിങ് ദേ ക്യാൻ ഡു. ഓട്ടോണമസ് കോളേജിന് ഇതിനൊക്കെയുള്ള അധികാരമുണ്ട്. അതാണ് ഓട്ടോണമസ് കോളേജ്. കുറച്ചുകൂടെ വ്യക്തമാക്കി തരാം. KTU സിലബസ് അപ്ഡേഷൻ നടക്കുന്നത് എവറി 5 years ആണ്. നേരത്തെ 2014, പിന്നീട് 2019, ഇപ്പോൾ 2024 അതിൻ്റെ സിലബസ് പരിഷ്കരിക്കുന്നു, ടോട്ടൽ പരിഷ്കരിക്കുന്നു. ഇനി ഓട്ടോണമസ് കോളേജ് ആണെങ്കിൽ ഇൻഡസ്ട്രീൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് എവറി ഇയർ ദേ വിൽ അപ്ഡേറ്റ് ദ സിലബസ്. അവർക്ക് എപ്പോഴും വേണമെങ്കിൽ സിലബസ് അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഇത്രയും നീട്ടിക്കൊണ്ടുപോയാൽ മാറ്റം എത്ര പെട്ടെന്ന് ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വരുന്ന മാറ്റങ്ങൾ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എല്ലാം ലേറ്റസ്റ്റ് വളരെ പഴയതായി പോകില്ലേ. എവറി ഇയർ അവർ സിലബസ് അപ്ഡേറ്റ് ചെയ്യും. ചിലപ്പോൾ 6 മാസം കൊണ്ട് തന്നെ മോഡിഫിക്കേഷൻ വരുത്തും. ദേ ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ നല്ല സിലബസ് ആയിരിക്കും ഓട്ടോണമസ് കോളേജിൻ്റെത്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീൻ്റെ 130ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ക്വസ്റ്റ്യൻ പേപ്പർ മറ്റൊരു മാറ്റമാണ് ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് ആണ്. ഈ 130 കോളേജിലെയും അധ്യാപകങ്ങൾ 1, 2, 3 സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് പേപ്പർ വാല്യൂ ചെയ്യും. ഏതെങ്കിലും അധ്യാപകരായിരിക്കും നിങ്ങളുടെ, ആരെങ്കിലും ആയിരിക്കും, ഏതോ കോളേജിലെ അധ്യാപകരായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, ഏതെങ്കിലും കോളേജിലെ അധ്യാപകരായിരിക്കും നിങ്ങളുടെ ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുന്നത്. എന്നാൽ ഓട്ടോണമസ് കോളേജിൽ വളരെ വ്യത്യാസമാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കോളേജിലെ അധ്യാപകർ തന്നെയാണ്. ചിലപ്പോൾ പഠിപ്പിച്ച അധ്യാപകർ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ഇനി വാല്യൂ ചെയ്യുന്നതോ അതേ കോളേജിലെ അധ്യാപകർ തന്നെ. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ശരിക്കും. ഇനി റിസൾട്ട് അറിയുന്നത് നോക്കിക്കോളൂ. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് അറിയാൻ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് എക്സാം കഴിഞ്ഞാൽ 6 മാസം കഴിയണം റിസൾട്ട് അറിയാൻ. ഇനി അതിലാരെങ്കിലും ഫെയിലാവുന്ന കുട്ടികളുടെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ പാസ്സാകാൻ വേണ്ടിയിട്ട് വീണ്ടും another 6 months you have to wait. ഇനി ഓട്ടോണമസ് കോളേജ് നോക്കിക്കോളൂ. എക്സാം നടത്തുന്നത് അവർ തന്നെയാണല്ലോ. എക്സാം നടത്തിയ 2 ആഴ്ചക്കുള്ളിൽ അവർ പേപ്പർ വാല്യൂ ചെയ്ത് റിസൾട്ട് അറിയിക്കും, പബ്ലിഷ് ചെയ്യും. ഇനി ആരെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉടനെ തന്നെ എക്സാം നടത്തി തരും, അടുത്ത ആഴ്ച തന്നെ. നിങ്ങൾ അടുത്ത സെമസ്റ്ററിലേക്ക് പോകുമ്പോൾ ഈ അരിയേഴ്സും കൊണ്ട് പോകണ്ട, അല്ലേ? ബാക്ക് പേപ്പർ ഒന്നും ഉണ്ടാവില്ല. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അടുത്ത സെമസ്റ്ററിൽ പഠിക്കാൻ പറ്റും ഓട്ടോണമസ് കോളേജിൽ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ KTUവിൽ നിങ്ങളുടെ ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല അവർ. അഥവാ എടുത്താൽ തന്നെ പ്രോപ്പർ ആൻസർ കിട്ടില്ല. കാരണം ഇപ്പോൾ അവിടെ ഒരുപാട് സ്റ്റാഫാണ്. ആൾ കൂടുമ്പോൾ പാമ്പും ചാവില്ല എന്നാണല്ലേ.
അപ്പോൾ ഇത് നിങ്ങൾ ഓട്ടോണമസ് കോളേജുകളിൽ നിങ്ങൾ എങ്ങും പോകണ്ട. ഓൾ ദ ക്വസ്റ്റ്യൻസ് യുവർ ആൻസർ വിൽ ബി ഇൻ ദ കോളേജ് ഇറ്റ്സെൽഫ്. എല്ലാം അവിടെ നിന്ന് തന്നെ ചെയ്യുന്നതല്ലേ, അവിടെ നിന്ന് തന്നെ സൊല്യൂഷൻ കിട്ടും. ഇതാണ് ഓട്ടോണമസ് കോളേജിൻ്റെ പ്രത്യേകത, വ്യത്യാസം. ഈ 140ഓളം KTUവിൻ്റെ കോളേജുകളിൽ 10ൽ താഴെ മാത്രമേ കേരളത്തിൽ ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉള്ളൂ. ഏറ്റവും ക്രെഡിബിലിറ്റിയുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഓട്ടോണമസ് AICT ഇതിൻ്റെ നിങ്ങളുടെ ഓട്ടോണമസ് പദവി കൊടുക്കുള്ളൂ. അതായത് രാജഗിരി പോലത്തെ നല്ല കോളേജുകൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കോളേജ് നല്ലതാണ്. എൻ്റെ ഒപ്പീനിയൻ ഇതാണ്, ഓട്ടോണമസ് കോളേജ് നല്ലതാണ്. പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ NIRF റാങ്കിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഓട്ടോണമസ് കോളേജുകളിലേക്കാളും ഏറെ മുകളിലാണ് ഓട്ടോണമസ് പദവി ഇല്ലാത്ത കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, GC തൃശ്ശൂർ മുതലായവ. അപ്പം കൺക്ലൂഷൻ ഇതാണ്, ഓട്ടോണമസ് കോളേജ് നല്ലതാണ്, പക്ഷേ ഏറ്റവും മികച്ചതല്ല. പക്ഷെ ധൈര്യമായിട്ട് ചേർന്നോളൂ, നല്ലതാണ്. താങ്ക് യു ഫ്രണ്ട്സ്, സി യു അഗെയിൻ.